വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി. നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് സ്പേം. നമ്മളിപ്പോൾ ഹ്യൂമൻ സ്പെർമാറ്റോജനസിസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം സ്പേമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം സ്പെർമിയേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി സ്പേം സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും റിലീസ് ചെയ്യുന്നു. അങ്ങനെ റിലീസ് ചെയ്ത സ്പേം ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെ ഇൻസെമിനേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ കോയിറ്റസിൻ്റെ സമയത്ത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്പേമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്പേമിന് സെർട്ടോളി സെൽസിൽ ഈ സ്പെർമാറ്റിഡ് നമ്മൾ പറഞ്ഞു ഈ സ്പെർമാറ്റിഡ് സെർട്ടോളി സെല്ലിൽ എംബഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പും സ്ട്രക്ചറും കിട്ടും. ആ ഡെഫിനിറ്റ് ഷേപ്പും സ്ട്രക്ചറും എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, സ്പേമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പേം 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു: ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. സ്പേമിന്റെ മെയിൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹെഡ്, അതുപോലെ നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ഓക്കെ, ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ഇത്രയുമാണ് സ്പേമിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, സ്പേമിന്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ ഹെഡ് എന്ന് വിളിക്കുന്നത്. ഇത്രയും ഭാഗമാണ് ഹെഡ്. ആ ഹെഡിന്റെ ഈ ഭാഗം നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ, അതൊരു സ്പേം സെല്ലാണല്ലോ. അപ്പൊ സ്പേം സെല്ലാകുമ്പോൾ എന്തുണ്ടാവും? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. നോക്കൂ, ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ. അതിനുശേഷം അതിന്റെ ടിപ്പിലായിട്ട് നമുക്ക് അക്രോസോം എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. ഓക്കെ, ഹെഡ്, അതിന്റെ ടിപ്പിൽ ഹെഡിന്റെ ഭാഗത്തായിട്ട് നമുക്ക് അക്രോസോം ഉണ്ട്. അക്രോസോം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. അക്രോസോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ എൻസൈം കോൾഡ് ഹയലൂറോണിഡേസ്. ഹയലൂറോണിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് അക്രോസോം. ഹയലൂറോണിഡേസ് എന്നാണ് എൻസൈമിന്റെ പേര്, ഹയലൂറോണിഡേസ്. ആ ഹയലൂറോണിഡേസിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഹെഡിന്റെ ഭാഗത്ത് നമുക്ക് നോക്കൂ, ന്യൂക്ലിയസ് ഉണ്ടോ. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ക്രോമസോമൽ മെറ്റീരിയൽ. ക്രോമസോമുകളും DNA ഒക്കെ കാണപ്പെടുന്ന അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിൽ കാണപ്പെടുന്ന ഭാഗം ഇവിടെയാണ്. ന്യൂക്ലിയസ് ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ. ഈ ഭാഗത്താണ് ന്യൂക്ലിയസും ജനറ്റിക് മെറ്റീരിയലും കാണുന്നത്. ഓക്കെ, സോ ഇത്രയും പോർഷനാണ് നമ്മുടെ സ്പേമിന്റെ ഹെഡിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഏറ്റവും ടിപ്പിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അക്രോസോം ഉണ്ട്. അക്രോസോമില് ഹയലൂറോണിഡേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്. ദെൻ ന്യൂക്ലിയസ് ഹാവിങ് ക്രോമസോമൽ ഓർ ജനറ്റിക് മെറ്റീരിയൽ. അതിനുശേഷം എന്തുണ്ടോ, ഈ ഒരു ഭാഗമാണ് നെക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പോർഷനെ വിളിക്കുന്നതാണ് നെക്ക്, കഴുത്ത് എന്ന് പറയുന്നത്. ആ നെക്ക്. ഓക്കെ, ഈ ഭാഗമാണ് നെക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഭാഗം മിഡിൽ പീസ് എന്ന് വിളിക്കും. മിഡിൽ പീസ്, ഈ ഭാഗമാണ് മിഡിൽ പീസ് എന്ന് വിളിക്കുന്നത്. ആ മിഡിൽ പീസിൽ നോക്കിക്ക് എന്താ ഉള്ളത്? മൈറ്റോകോൺട്രിയ. അതായത് സ്പേമിന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൂടെ മൂവ് ചെയ്ത് എവിടം വരെ എത്തണം? ആംബ്യുള്ള വരെ എത്തിയെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ, അല്ലേ? സോ വജൈനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പേം ആംബ്യുള്ള വരെ എത്തണമെങ്കിൽ അവന് എനർജി വേണം. അങ്ങനെ എനർജി കൊടുക്കുന്ന ആ സെല്ലിന്റെ ഭാഗമാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ സ്പേമിന്റെ മിഡിൽ പീസിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു ലെങ്തി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു നീളമുള്ള ഒരു ഭാഗമുണ്ട് ഉണ്ടോ. ഇതിനെ വിളിക്കുന്ന പേരാണ് ടെയിൽ. ഇതതിന്റെ മൂവ്മെന്റിന് വേണ്ടി സഹായിക്കുന്നതാണ്. ടെയിൽ ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് സ്പേം. സ്പേമിന്റെ മൂവ്മെന്റിന് വേണ്ടി സഹായിക്കുന്നതാണ് ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ഭാഗങ്ങളാണ് സ്പേമിന്റെ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നത്. സോ സ്പേമിനെ നമ്മൾ ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയില് പോലുള്ള ഡിസ്റ്റിങ്ക്റ്റ് റീജിയൻ ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഹെഡില് അക്രോസോം, അതില് ഹയലൂറോണിഡേസ് ആൻഡ് ന്യൂക്ലിയസ് ഹാവിംഗ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ദ മിഡിൽ പീസ് കണ്ടെയ്ൻസ് mitochondria. It provides the energy for movement or swimming.
ദെൻ നെക്സ്റ്റ് ഈസ് ടെയിൽ. ടെയിലാണ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇത്രയുമാണ് സ്പേമിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി അതുപോലെ ഒരു വൺസ് ഇജാക്കുലേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ഇജാക്കുലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് സ്പേം. ഓക്കെ, സ്പേം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇജാക്കുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ആ ഇജാക്കുലേഷൻ നടക്കുന്ന സമയത്ത് 200 to 300 മില്യൺ സ്പേം ആണ് ഒരു ഇജാക്കുലേഷനിൽ റിലീസ് ചെയ്യുന്നത്. 200 to 300 മില്യൺ സ്പേംസ് ആണ് ഇജാക്കുലേഷൻ വഴി റിലീസ് ചെയ്യുന്നത്. ഓക്കെ, റിലീസ് അതിൽ 60% ആ റിലീസ് ചെയ്യുന്ന സ്പേമില് 60% സ്പേമിനും ഡെഫിനിറ്റ് സ്ട്രക്ചറും അതുപോലെ ഷേപ്പും ഉണ്ടാവണം. ഓക്കെ, 60% സ്പേമിനും മസ്റ്റായിട്ടും ഈ പറയുന്ന ഡെഫിനിറ്റ് സ്ട്രക്ചർ, ഹെഡും മിഡിൽ പീസും നെക്കും ടെയിലും ഒക്കെ പോലുള്ള ഡെഫിനിറ്റ് സ്ട്രക്ചറും ഈ ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചറും ഷേപ്പും ഉണ്ടാവണം, നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ 40%-ന് മസ്റ്റ്, അതിൽ തന്നെ ഈ മില്യൺ സ്പേമിൽ 200 to 300 മില്യൺ സ്പേമിൽ 60% പേർക്കും സ്ട്രക്ചറും ഷേപ്പും ഉണ്ടാവണം. 40% പേരും എന്തായിരിക്കും മോട്ടൈൽ ആയിരിക്കണം. 40% പേരെങ്കിലും മിനിമം മോട്ടൈൽ ആണെങ്കിലേ ഫെർട്ടിലൈസേഷന് കേപ്പബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ സ്പേമിന്റെ സ്ട്രക്ചറിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ആദ്യം റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? ആ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മെയിൽ ആക്സസറി ഡക്റ്റുകളുണ്ട്, സെമിനൽ വെസിക്കിൾസ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. ഇതിന്റെ രണ്ടും കൂടി സെക്രീഷനും കൂടി ചേരുമ്പോൾ അല്ലെങ്കിൽ സെമിനൽ സെക്രീഷൻസും കൂടി ചേരുമ്പോൾ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് സെമൻ എന്ന് വിളിക്കും. ഓക്കെ, സെമൻ. അപ്പോൾ ഇജാക്കുലേഷൻ നടക്കുമ്പോൾ പെനിസിൽ നിന്നും സെമൻ ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെമന് ഈ സെമിനൽ സെക്രീഷനും ഉണ്ടാവും, സ്പേമും ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ സ്പേമിന്റെ സ്ട്രക്ചറിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് oogenesis ആണ്. നമ്മളിപ്പോൾ സ്പെർമാറ്റോജെനസിസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് oogenesis. ദാറ്റ് ഈസ് oogenesis ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഫീമെയിൽ ഗ്യാമേറ്റ്, ഓവം ഓർ എഗ് അല്ലെങ്കിൽ ഓവം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫീമെയിൽസിൽ oogenesis നടക്കുന്നത്, oogenesis എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് എഗ് അല്ലെങ്കിൽ ഓവം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് oogenesis. ഈ oogenesis നടക്കുന്നത് അവരുടെ 3 സ്റ്റേജസിലായിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, 3 സ്റ്റേജസിലായിട്ടാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തത് അറ്റ് ഫീറ്റൽ ലൈഫ്, ഒന്ന് ഫീറ്റൽ ലൈഫിൽ. അടുത്തത് അറ്റ് പ്യൂബർട്ടി. സെക്ഷൽ ലൈഫ് or reproductive life. ഓക്കെ, oogenesis ഒരു പെൺകുട്ടിയിൽ oogenesis സംഭവിക്കുന്നത് ഫീറ്റൽ ലൈഫ് 3 ഘട്ടങ്ങളിലായിട്ടാണ് oogenesis കംപ്ലീറ്റ് ആവുക. ഒന്ന് ഫീറ്റൽ ലൈഫിൽ, അടുത്തത് പ്യൂബർട്ടിയിൽ, സെക്ഷൽ ഓർ റീപ്രൊഡക്റ്റീവ് ലൈഫിലാണ്. അതായത് ഒരു പെൺകുട്ടി ഫീറ്റസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഒരു പെൺകുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലെ യൂട്രസിൽ ആ ഫീറ്റസ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഊഗോണിയ ഫോം ചെയ്യുന്നുണ്ട്. ഊഗോണിയ ഫീമെയിൽ ജം സെല്ലിന് വിളിക്കുന്ന പേരാണ് ഊഗോണിയ. അപ്പൊ മില്യൺസ് ഓഫ് ഊഗോണിയൽ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫീറ്റസ് ഓർ ഫീമെയിൽ ഫീറ്റസ്. ഒരു ഫീമെയിൽ ഫീറ്റസിൽ മോർ ഊഗോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്? അവരുടെ ഫീറ്റൽ ലൈഫിൽ. ഓക്കെ, അപ്പൊ നമ്മൾ സ്പെർമാറ്റോജെനസിസ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. ഊഗോണിയ ഫോം ചെയ്യുന്നു, ഊഗോണിയൽ സെൽസ് ഉണ്ട്. ഓക്കെ, ഓവറിയിൽ ഊഗോണിയൽ സെൽസ് ഉണ്ട്. ആ ഊഗോണിയൽ സെൽസിന് മൈറ്റോസിസ് നടക്കും. അപ്പോൾ മൈറ്റോസിസ് നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതിൻ്റെ എണ്ണം കൂടും അല്ലെ? മോർ ഊഗോണിയൽ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. കൂടുതൽ കുറേ ഊഗോണിയൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവർക്ക് ഗ്രോത്ത് നടക്കുന്നു, അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അവർക്ക് ഗ്രോത്ത് നടക്കുന്നു. അങ്ങനെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്രൈമറി ഊസൈറ്റ് എന്ന് വിളിക്കും.
ഓക്കെ, അപ്പോൾ ഊഗോണിയൽ സെൽസിനും 46 ക്രോമസോമുകളാണ് ഉള്ളത്. പ്രൈമറി ഊസൈറ്റിലും എത്രയാണ് ഉള്ളത്? അവർ ജസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, മൈറ്റോസിസ് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്, സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറുന്നു. അവരെ നമ്മൾ പ്രൈമറി ഊസൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അതിനുശേഷം ഒരു പെൺകുട്ടി ജനിച്ചതിന് ശേഷം നോ മോർ ഊഗോണിയ പ്രൊഡ്യൂസ്ഡ്. പുതിയതായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊഗോണിയ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവരുടെ ഫീറ്റൽ സ്റ്റേജിൽ വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഊഗോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഊസൈറ്റ് ഫോം ചെയ്യുന്നു, അപ്പോൾ ഊഗോണിയ ഉണ്ടാവുന്നു, മൈറ്റോസിസ് നടക്കുന്നു, മോർസ് ഊഗോണിയൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ ഗ്രോത്ത് നടക്കുന്നു. അങ്ങനെ ഗ്രോത്ത് നടക്കുമ്പോൾ നമ്മൾ അവരെ പ്രൈമറി ഊസൈറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ പ്രൈമറി ഊസൈറ്റുകൾ ഫീറ്റൽ സ്റ്റേജിൽ വെച്ച് തന്നെ ഫസ്റ്റ് മിയോസിസിന് വിധേയമാവും. മിയോസിസ് അടുത്തതെന്ന് പറയുന്നത് മിയോസിസ് അല്ലെങ്കിൽ മിയോട്ടിക് സ്റ്റേജസിന് വിധേയമാകുന്നു. ഓക്കെ, അപ്പോൾ ഫീറ്റൽ ലൈഫില് ഫീറ്റൽ സ്റ്റേജില് ഊഗോണിയ പ്രൈമറി ഊസൈറ്റിന് എന്ത് സംഭവിക്കുന്നു? മിയോസിസ് 1ന് വിധേയമാകുന്നു. മിയോസിസ് 1 അല്ലെങ്കിൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. പക്ഷേ ആ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതുള്ളൂ. ആ മിയോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രോഫേസ് 1 ഫസ്റ്റ് പ്രോഫേസ് 1 നമുക്കറിയാലോ, പ്രോ മെറ്റ അനാറ്റീലോ ഒക്കെ അറിയാലോ. അതിൽ പ്രോഫേസ് 1ൽ എത്തിക്കഴിയുമ്പോൾ ആ പ്രോസസ്സ് അവിടെ അറസ്റ്റഡ് ആവും. എന്താണ്? സ്റ്റോപ്പ് ആവും. ശരിക്കും പറഞ്ഞാൽ ടെമ്പററിലി സ്റ്റോപ്പാ നടക്കുന്നുള്ളൂ, അത് അറസ്റ്റഡ് ആവുന്നു. അതാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റഡ് പ്രയർ ടു ഓവുലേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് അത് അറസ്റ്റഡ് ആവുന്നു. പ്രൈമറി ഊസൈറ്റിന്റെ മിയോസിസ് 1ന് വിധേയമാകുന്നു. ആ മിയോസിസ് 1ന് മുമ്പ് എന്ത് സംഭവിക്കുന്നു? ആ പ്രോസസ് അവിടെ മിയോസിസ് 1 കംപ്ലീറ്റ് ആവാതെ അത് അറസ്റ്റഡ് ആവുകയാണ്. ഓക്കെ, അതിനുശേഷം ആ കുഞ്ഞ് ജനിക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ പല പ്രായത്തിലൂടെ, വയസ്സുകളിലൂടെ, കാലത്തിലൂടെ കടന്നു പോകുന്നു. അതിനുശേഷം പിന്നീട് ആ കുട്ടി പ്യൂബർട്ടിയിലേക്ക് എത്തും. പ്യൂബർട്ടി ഒരു 10, 11 വയസ്സൊക്കെ ആവാം. ചിലപ്പോൾ അതിന് മുമ്പ് 9 വയസ്സിലൊക്കെ വരാം, അല്ലെങ്കിൽ 10 വയസ്സിന് ശേഷം വരാം. അതിൻ്റെ പ്യൂബർട്ടി. എന്താണ് പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ? പ്യൂബർട്ടി എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാവും. അപ്പോൾ പ്യൂബർട്ടി സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ എവിടെയായിരുന്നു, എന്താ സംഭവിച്ചിരുന്നത്? ഫീറ്റൽ ലൈഫിൽ പ്രൈമറി ഊസൈറ്റ് അല്ല ഉണ്ടായിരുന്നത്, പ്രൈമറി ഊസൈറ്റ്. ആ പ്രൈമറി ഊസൈറ്റിന് എന്തായിരുന്നു സംഭവിച്ചത്? മിയോസിസ് 1 അല്ലെ, മിയോസിസ് 1 അറസ്റ്റ് ചെയ്ത് പോവുക ചെയ്തത്. പ്രോഫേസിൽ വെച്ചിട്ട് അത് ഇൻകംപ്ലീറ്റ് ആവുകയാണ് ചെയ്തത്. ആ ഇൻകംപ്ലീറ്റ് ആയ മിയോസിസ് 1 കംപ്ലീറ്റ് ആവും. മിയോസിസ് 1 എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് ഡിവിഷൻ നടക്കും. അങ്ങനെ കംപ്ലീറ്റ് ഡിവിഷൻ നടന്ന് പ്രൈമറി ഊസൈറ്റിന് മിയോസിസ് 1 കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു സെക്കൻഡറി ഊസൈറ്റും കൂടെ ഒരു നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ചെറിയ പോളാർ ബോഡിയും ഫോം ചെയ്യും. പോളാർ ബോഡി. ഓക്കെ, ഇപ്പൊ സെക്കൻഡറി ഊസൈറ്റും പോളാർ ബോഡിയും ഫോം ചെയ്യും. അപ്പോൾ ഈ പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് 46 ക്രോമസോം ഉണ്ടായിരുന്നു. അപ്പോൾ മിയോസിസ് 1 കംപ്ലീറ്റ് ആയപ്പോൾ എത്ര ചെയ്തു? എന്തായി? സെക്കൻഡറി ഊസൈറ്റിൽ 23 ക്രോമസോമുകളായിട്ട് മാറി. ഓക്കെ, ആ 23 ക്രോമസോമുകൾ സെക്കൻഡറി ഊസൈറ്റ് ആണ് ഇപ്പോൾ ആ പെൺകുട്ടിയിലുള്ളത്. പിന്നീട് ആ കുട്ടിയിൽ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നു. അതായത് പുതിയ ഹോർമോണുകൾ, മോർ സെക്സ് ഹോർമോണുകൾ, ഈസ്ട്രജൻ, LH-ഉം ഈസ്ട്രജൻ ഹോർമോൺ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഈസ്ട്രജൻ ഹോർമോൺ റിലീസ് ചെയ്യുകയും ഈ സെക്കൻഡറി ഊസൈറ്റിന് മെച്ചുറേഷൻ നടക്കുന്നു. അങ്ങനെ മെച്ചുറേഷൻ നടന്ന് മെൻസ്ട്രൽ സൈക്കിളിലേക്ക് കിടക്കുന്നു. ഓക്കെ, അപ്പൊ പ്യൂബർട്ടിയിൽ എത്തിക്കഴിയുമ്പോഴാണ് എന്തുണ്ടാവുക? സെക്കൻഡറി ഊസൈറ്റ് ആയിരിക്കും. ആ സെക്കൻഡറി ഊസൈറ്റിന് ഗ്രോത്തും മെച്ചുറേഷനും നടക്കുന്നു. അങ്ങനെ മെച്ചുറേഷൻ നടന്ന് ആ പെൺകുട്ടി എന്തിലേക്ക് മാറുന്നു? ആ പെൺകുട്ടിക്ക് മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയുള്ളത് അടുത്ത ഘട്ടമാണ്. ആ കുട്ടിയുടെ റീപ്രൊഡക്റ്റീവ് ലൈഫാണ് ഇനിയുള്ളത്. റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ആണ് ഇനിയുള്ളത്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിന് മുമ്പായിട്ട്
അതായത് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓവുലേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഓവുലേഷൻ സംഭവിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഓവുലേഷൻ സംഭവിക്കുമ്പോൾ നമ്മളിത് മെൻസ്ട്രൽ സൈക്കിളിൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഓവുലേഷൻ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഓവറിയിൽ നിന്നും ഓവം ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓവം അല്ല പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്, സെക്കൻഡറി യൂസൈറ്റാണ്. ഈ സെക്കൻഡറി യൂസൈറ്റ് ആണ് ഫങ്ഷണൽ ആയിട്ടുള്ള ഈ സെക്കൻഡറി യൂസൈറ്റ് ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ വിവാഹം എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ ഒരു മെയിലുമായിട്ടൊരു ഇന്റർകോഴ്സ് നടത്തുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഓരോ പ്രാവശ്യം ഉണ്ടാവുന്ന ഓവുലേഷനിലും അല്ലെങ്കിൽ മെൻസ്ട്രൽ പീരിയഡിലും ഫങ്ഷണൽ ആയിട്ടുള്ള സെക്കൻഡറി യൂസൈറ്റ് റിലീസ് ചെയ്യും. ഓക്കെ, ആ സെക്കൻഡറി യൂസൈറ്റ് റിലീസ് ചെയ്യുന്നതാണ് മെൻസ്ട്രേഷൻ. ആ മെൻസ്ട്രേഷനിൽ സെക്കൻഡറി യൂസൈറ്റിന്റെ റിലീസിംഗ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു? ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടിയുടെ ഹസ്ബൻഡുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് സംഭവിക്കാം. അങ്ങനെ സെക്ഷൽ ഇന്റർകോഴ്സ് സംഭവിക്കുന്ന സമയത്തും എന്തുണ്ടാവും? ഇതുപോലെ സെക്കൻഡറി യൂസൈറ്റ് റിലീസ് ചെയ്യും. ആ സെക്കൻഡറി യൂസൈറ്റ് റിലീസ് ചെയ്യുകയും അതുപോലെ മെയിലിൽ നിന്നും സ്പേമിന്റെ ഇജാക്കുലേഷൻ സംഭവിക്കുകയും ചെയ്യും. ആ ഇജാക്കുലേഷൻ സംഭവിച്ച മെയിൽ സ്പേം ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് ആംബ്യുള്ളയിലെത്തും. ആംബ്യുള്ളയിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? ആംബ്യുള്ളയിൽ എത്തുന്നു. ആംബ്യുള്ളയിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ, അതായത് ആ മെയിൽ സ്പേം എന്ന് പറയുന്നത് മെയിൽ സ്പേം ഈ സെക്കൻഡറി യൂസൈറ്റിൽ വന്ന് ഹിറ്റ് ചെയ്യും. അത് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മിയോസിസ് 2 നടക്കും. ഇതാണ് സെക്കൻഡറി യൂസൈറ്റ്. ആ സെക്കൻഡറി യൂസൈറ്റിന് മെയിൽ സ്പേം ഇവിടെ വന്ന് ഇങ്ങനെ മെയിൽ സ്പേം വന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മിയോസിസ് 2, രണ്ടാമത്തെ മിയോസിസ് സംഭവിക്കും. അങ്ങനെ മിയോസിസ് 2 സംഭവിച്ചു കഴിയുമ്പോഴാണ് ആരായിട്ട് മാറുന്നത്? ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫങ്ഷണൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ആ പെൺകുട്ടിയുടെ റീപ്രൊഡക്റ്റീവ് ലൈഫിൽ. അതായത് സ്പേം, മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പേം ഈ സെക്കൻഡറി യൂസൈറ്റിലൂടെ ഹിറ്റ് ചെയ്യുമ്പോൾ, വന്ന് തട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുമ്പോഴാണ് മിയോസിസ് 2 സംഭവിക്കുകയും അത് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഓവമായിട്ട് മാറുകയും ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ oogenesis എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. oogenesis എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എഗ് അല്ലെങ്കിൽ ഓവമാണ്. ഓക്കെ, ഒരു പെൺകുട്ടികളിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ 3 കാലഘട്ടത്തിലാണ്, ജീവിതത്തിന്റെ ലൈഫിന്റെ 3 സമയങ്ങളിൽ കാലഘട്ടങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഒന്ന് ഫീറ്റൽ ലൈഫിൽ, പ്യൂബർട്ടിയിൽ, റിപ്രൊഡക്റ്റീവ് ലൈഫ് അല്ലെങ്കിൽ സെക്ഷൽ ലൈഫിൽ. ഫീറ്റൽ സ്റ്റേജിൽ ഒരു പെൺകുട്ടി ഫീറ്റസ് ആയിട്ട് യൂട്രസിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വളർച്ച നടക്കുമ്പോൾ തന്നെ ആ കുട്ടിയിൽ ഊഗോണിയൽ സെൽസ് കുറെ ഊഗോണിയൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ മോർ ഊഗോണിയൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനുശേഷം അതിന് oocyte, ഇതാണ് ഊഗോണിയൽ സെൽസ്. ആ ഊഗോണിയൽ സെൽസ് മൈറ്റോസിസ് നടന്ന് പ്രൈമറി oocyte ആയിട്ട് മാറുന്നു. ആ പ്രൈമറി oocyteന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലേക്ക് കടക്കുകയും എന്ത് സംഭവിക്കുന്നു? പ്രോഫേസ് 1 എത്തുമ്പോൾ അത് അറസ്റ്റഡ് ആയി പോവുകയും ചെയ്യുന്നു. അതിനുശേഷം ആ കുട്ടി ജനിക്കുന്നു. പിന്നീട് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതൊരു 10-11 വയസ്സിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നു. അങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ ഇവിടെ അറസ്റ്റഡ് ആയിരുന്ന മിയോസിസ് കംപ്ലീറ്റ് ആവുകയും പ്രൈമറി oocyte ഒരു സെക്കൻഡറി oocyte ആയിട്ടും ഒരു പോളാർ ബോഡി ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് മെൻസ്ട്രൽ സൈക്കിളിലേക്ക് കിടക്കുന്നത്. അടുത്ത മാറ്റം സംഭവിക്കുന്നത് ആ കുട്ടിയുടെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലാണ്. ആഫ്റ്റർ മാരിയേജ്, ഡ്യൂറിങ് ഇന്റർകോഴ്സ്, മെയിലിന്റെ സ്പേം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വെച്ച് സെക്കൻഡറി oocyteനോട് ഹിറ്റ് ചെയ്യുമ്പോൾ മിയോസിസ് 2 നടക്കുന്നു. അങ്ങനെ മിയോസിസ് 2 നടക്കുന്നത് വഴി ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ഫങ്ഷണൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് സ്ട്രക്ചർ ഓഫ് ഓവം. ഇനി നോക്കുന്നത് ഓവത്തിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അതില് പ്രൈമറി oocyte നമ്മൾ പറഞ്ഞു. പ്രൈമറി oocyte നോക്കൂ, ഇതാണ് പ്രൈമറി oocyte. പ്രൈമറി ഊഗോണിയ, പ്രൈമറി oocyte. ചൈൽഡ് ഫീറ്റൽ ലൈഫിൽ പ്രൈമറി oocyte ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇതാണ് ഒരു പ്രൈമറി oocyte എന്ന് പറയുന്നത്. നോക്കുക, പ്രൈമറി oocyte.
ഇങ്ങനൊരു പ്രൈമറി oocyte ഫോം ചെയ്യും. ഈ പ്രൈമറി oocyte ഫോം ചെയ്ത് കഴിയുമ്പോൾ പ്രൈമറി oocyteല് ചുറ്റും കുറെ ഗ്രാനുലോസ സെൽസ് ഇതുപോലെ ഫോം ചെയ്യും. ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്യും. ഇത് oocyte ആണ്. ഇത് oocyte. oocyteന് ചുറ്റും ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ സെൽസ്, ഗ്രാനുലോസ സെൽസ് ഓർ ഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഗ്രാനുലോസ സെൽസ് ഫോളിക്കുലാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റേജിന് വിളിക്കുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, പ്രൈമറി ഫോളിക്കിൾ. ഇത് പ്രൈമറി oocyte ആണ്. പ്രൈമറി oocyteന് ചുറ്റും കുറെ ഗ്രാനുലോസ സെൽസ് വന്ന് കവർ ചെയ്ത് കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾസ് എന്ന് വിളിക്കും. ഓക്കെ, സോ പ്രൈമറി ഫോളിക്കിൾ ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നു പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. വീണ്ടും നമ്മുടെ ഈ പ്രൈമറി oocyteനെ സറൗണ്ടിങ് ചെയ്ത് അല്ലെങ്കിൽ ചുറ്റുമായിട്ട് വീണ്ടും അഗെയിൻ അതർ മോർ ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്യും. കൂടുതൽ ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്യും. ഗ്രാനുലോസ സെൽസ് ഇതിനെ വിളിക്കുന്നതാണ്, ഇതാണ് മോർ ഗ്രാനുലോസ സെൽസ്. വീണ്ടും അതിന് ചുറ്റും അഗെയിൻ മോർ അതർ സെല്ലുകളും കൂടി തീക്ക എന്ന് പറയുന്ന ഒരു ലെയറും കൂടി ഫോം ചെയ്യുന്നു. ഓക്കെ, തീക്ക ലെയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് തീക്ക. ഓക്കെ, അപ്പോൾ ആദ്യം പ്രൈമറി ഫോളിക്കിൾ, അതിന് ചുറ്റും ഗ്രാനുലോസ സെൽസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിച്ചു. അഗെയിൻ വീണ്ടും ഈ പ്രൈമറി oocyteന് ചുറ്റും മോർ ഗ്രാനുലോസ സെൽസ് വന്ന് പൊതിയുന്നു, കവർ ചെയ്യുന്നു. ആൻഡ് വൺ തീക്ക ലെയർ സെൽസും ഉണ്ടാവുന്നു. അറ്റ് ദിസ് സ്റ്റേജ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. ഈ സ്റ്റേജിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. സെക്കൻഡറി ഫോളിക്കിൾ. ഓക്കെ, സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. ഇനി വീണ്ടും ഈ സെക്കൻഡറി ഫോളിക്കിൾ സ്റ്റേജിൽ വീണ്ടും നോക്കൂ, ഇതൊക്കെ ഇതുണ്ടോ പ്രൈമറി oocyte ആണ്. സെക്കൻഡറി ഫോളിക്കിളിലേക്ക് വരുന്നു. ദെൻ അതിനുശേഷം പ്യൂബർട്ടിയിലെത്തും. പ്യൂബർട്ടിയിൽ എത്തിക്കഴിയുമ്പോൾ സെക്കൻഡറി oocyte പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡറി oocyte. ഈ സെക്കൻഡറി oocyte ഫോം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അഗെയിൻ സെക്കൻഡറി oocyte ഫോം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നോക്കൂ സെക്കൻഡറി oocyte ആയിട്ട് മാറുന്നു. നമ്മൾ സെക്കൻഡറി oocyte, ഇതിനെ സെക്കൻഡറി oocyte എന്ന് വിളിക്കുന്നു. ആ സെക്കൻഡറി oocyteന് ചുറ്റും എന്തുണ്ട്? മോർ ഗ്രാനുലോസ സെൽസ്. ഇങ്ങനെ കുറേ ഗ്രാനുലോസ സെൽസ് ഉണ്ടാവുകയും അതിനിടയിൽ ഒരു സ്പേസ്, ഒരു ക്യാവിറ്റി ഗ്രാനുലോസ സെൽസിന് ചുറ്റുമായിട്ട് ഒരു സ്പേസിൽ ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ഇങ്ങനെ ഇതൊരു ക്യാവിറ്റിയാണ്, ഒരു സ്പേസ് ആണ്. ഈ ക്യാവിറ്റിക്ക് നമ്മൾ വിളിക്കുന്നത് പേര് ആൻഡ്രം എന്നാണ്. ഈ ക്യാവിറ്റിക്ക് ആൻഡ്രം എന്ന് വിളിക്കും. ഹിയർ മോർ ഗ്രാനുലോസ സെൽസ് ആർ പ്രസന്റ്. കുറേ ഗ്രാനുലോസ സെൽസ് ഉണ്ട്. അത് കൂടാതെ ചുറ്റും ഇങ്ങനെ കുറേ തീക്ക ഇന്റേണ എന്ന് പറഞ്ഞ ലെയറും അതുപോലെ തീക്ക വൺ മോർ ലെയർ തീക്ക എക്സ്റ്റേണ എന്ന് പറയുന്നൊരു ലെയറും ഫോം ചെയ്യും. ഈ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ടെർഷറി ഫോളിക്കൽ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഈ സ്റ്റേജിൽ നമ്മൾ ടെർഷറി ഫോളിക്കൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ടെർഷറി ഫോളിക്കൽ എന്ന് വിളിക്കുമ്പോൾ ഇത് എന്തായിരിക്കും? ഇത് സെക്കൻഡറി oocyte ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡറി oocyte എന്നുള്ള കണ്ടീഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? സെക്കൻഡറി oocyte ഉണ്ട്, മോർ ഗ്രാനുലോസ സെൽസ് ഉണ്ട്, ഇവിടെ ഒരു ആൻഡ്രം എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്, ഒരു സ്പേസ് ആണ്, ഒരു ക്യാവിറ്റിയാണ് ആൻഡ്രം എന്ന് പറയുന്നത്. ഈ ഗ്രാനുലോസ സെൽസിനെ പൊതിഞ്ഞുകൊണ്ട് എന്തുണ്ട്? നമുക്കൊരു ഗ്രാനുലോസ സെൽസിനെ പൊതിഞ്ഞുകൊണ്ട് അവിടെ തീക്ക എക്സ്റ്റേണ, ഈ തീക്ക സെല്ലില്ലേ, ഈ തീക്ക തന്നെ ഒരു ഇന്നർ തീക്കയും അല്ലെങ്കിൽ ഇന്റേണൽ തീക്കയും എക്സ്റ്റേണൽ തീക്ക, രണ്ട് തീക്ക സെൽസ് ആയിട്ട് മാറുന്നു.
ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർഷ്യറി ഫോളിക്കിൾ. ഈ സ്റ്റേജാണ് ടെർഷ്യറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എഗെയിൻ ഇതിന് മച്ചുറേഷൻ നടക്കും. ഈ ടെർഷ്യറി ഫോളിക്കിളിന് മെച്ചുറേഷൻ നടക്കുമ്പോൾ ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കും ഗ്രാനുലോസ സെൽസ് എന്ന് വിളിക്കും. ഗ്രാനുലോസ സെൽസ് എന്ന് വിളിക്കും. സോ ഈ ഗ്രാനുലോസ സെൽ ആവുമ്പോൾ ഇത് നമ്മുടെ സെക്കൻഡറി oocyte ആണ്. ഈ സെക്കൻഡറി oocyteന് ചുറ്റും ഒരു സോണ പെലുസിഡ എന്ന് പറയുന്നൊരു ലെയറും കൂടെ ഫോം ചെയ്തിരിക്കും. നോക്കൂ, ഒരു സോണ പെലുസിഡ എന്നുള്ള ഒരു ലെയറും കൂടി ഇവിടെ ഫോം ചെയ്തിരിക്കും. ഇതാണ് സോണ പെലുസിഡ. ഓക്കെ, സോ അപ്പോൾ നോക്കൂ, പ്രൈമറി oocyte ഉണ്ടാവുന്നു. പ്രൈമറി oocyteനെ കവർ ചെയ്തുകൊണ്ട് കുറെ ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്യുന്നു. മോർ ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്യുന്നു. ആ ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. എഗെയിൻ ഈ പ്രൈമറി oocyteന് ചുറ്റും മോർ ഗ്രാനുലോസ സെൽസ് വരികയും ഒരു തീക്ക സെല്ല് വരികയും ഒരു തീക്ക ലെയർ വരികയും ചെയ്യുമ്പോൾ ആ കണ്ടീഷനെ, ആ സ്റ്റേജ് നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കും. ആ സെക്കൻഡറി ഫോളിക്കിൾ പിന്നീട് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നു, സെക്കൻഡറി oocyte ആവുന്നു. സെക്കൻഡറി oocyte ആകുമ്പോൾ മോർ ഗ്രാനുലോസ സെല്ലുകൾ ഇങ്ങനെ വന്ന് പൊതിയുന്നു. അതിനിടയിൽ ആൻഡ്രം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് സ്പേസ് ക്യാവിറ്റി ഉണ്ടാവുന്നു. ദെൻ ഒരു തീക്ക എക്സ്റ്റേണ ലെയറും തീക്ക എക്സ്റ്റേണയും തീക്ക ഇന്റേണയും തീക്ക എക്സ്റ്റേണ ലെയറും ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ ടെർഷ്യറി ഫോളിക്കിൾ എന്നാണ് വിളിക്കുന്നത്. ആ ടെർഷ്യറി ഫോളിക്കിൾ ആവുന്ന സമയത്ത് ഈ സെക്കൻഡറി oocyteന് ചുറ്റും ഒരു സോണ പെലുസിഡ, ഈ ഭാഗത്തിന് വിളിക്കുന്നതാണ് സോണ പെലുസിഡ. ഒരു സോണ പെലുസിഡ ഒരു മെംബ്രെയിനും കൂടി അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ ടെർഷ്യറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. ഈ ടെർഷ്യറി ഫോളിക്കിളിന് മെച്ചുറേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ടെർഷ്യറി ഫോളിക്കിളിന് മെച്ചുറേഷൻ നടക്കുന്ന സ്റ്റേജിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു oogenesis നടക്കുമ്പോൾ ഈ സെക്കൻഡറി oocyte എന്നുള്ള സ്റ്റേജ്, ആ സെക്കൻഡറി oocyte മെച്ചുർ ആവും. അങ്ങനെ മെച്ചുറായി ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. ആ ഗ്രാഫിയൻ ഫോളിക്കിളാണ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങി 14ാമത്തെ ദിവസം ഓവുലേഷൻ സംഭവിക്കുമ്പോൾ ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നുമാണ് ഈ സെക്കൻഡറി oocyte പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ആക്ച്വലി ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സെക്കൻഡറി oocyteന് ചുറ്റുമായിരിക്കും എന്തുണ്ടാവുക, ആ സെക്കൻഡറി oocyteനോടായിരിക്കും സ്പേം വന്ന് ഹിറ്റ് ചെയ്യുകയും ഒരു ഫങ്ഷണൽ ഓവമായിട്ട് മാറുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സെക്കൻഡറി oocyte റിലീസ് ചെയ്യുമ്പോൾ ആ സെക്കൻഡറി oocyteന്റെ സ്ട്രക്ചറും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡറി oocyteന്റെ സ്ട്രക്ചറും കൂടി ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ഓവം. ഒരു ഫങ്ഷണൽ ഓവത്തിന്റെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫങ്ഷണൽ ഓവം എന്ന് പറയുമ്പോൾ അവിടെ സെക്കൻഡറി oocyte ഉണ്ടാവും. ഇതാണ് സെക്കൻഡറി oocyte എന്ന് പറയുന്നത്. ഇതൊരു സെല്ലാണ്. ഓക്കെ, ഓവമായി മാറുമ്പോൾ ഇതൊരു ഓവം അല്ലെങ്കിൽ ഒരു എഗ്, ഒരു സെല്ലാണ് സെക്കൻഡറി oocyte. അതിനെ കവർ ചെയ്തുകൊണ്ട് അതിന് ചുറ്റുമായിട്ടും ഒരു മെംബ്രെയിൻ ഉണ്ടാവും. ഇങ്ങനൊരു മെംബ്രെയിൻ ഉണ്ടാവും. ഈ മെംബ്രെയിൻ, ഇതാണ് oocyte, സെക്കൻഡറി oocyte. മെംബ്രെയിൻ ഉണ്ടാവും. മെംബ്രെയിനെ കവർ ചെയ്തുകൊണ്ട് കുറെ ലെയർ ഓഫ് സെൽസ് ഉണ്ടാവും. ഓക്കെ, സി, അപ്പോൾ ദിസ് ഈസ് സെക്കൻഡറി oocyte. ഇതാണ് സോണ പെലുസിഡ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ ക്യുമുലസ് ഊഫോറസ് എന്ന് വിളിക്കും. ക്യുമുലസ് ഊഫോറസ് ഓർ ഗ്രാനുലോസ സെൽസ്. ഈ ഗ്രാനുലോസ സെൽസിനെ ഇങ്ങനെ ഒട്ടിച്ച് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ഹൈലൂറോണിക് ആസിഡ് എന്ന് വിളിക്കും. ഇങ്ങനെ ഉണ്ടോ, ഇതുപോലെ മോർ ഗ്രാനുലോസ സെൽസ് അല്ലേ, ഈ ഗ്രാനുലോസ സെല്ലുകളെ ഇങ്ങനെ ചേർത്ത് വലിച്ചിരിക്കുന്ന, ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്ന
ഒരു സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സിമെന്റിങ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഈ കാണപ്പെടുന്ന സെല്ലുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന സിമെന്റിങ് സബ്സ്റ്റൻസ്, നമ്മൾ സിമെന്റ് വെച്ചിട്ട് നമ്മൾ ഉറപ്പിക്കുന്നത് പോലെ സിമെന്റിങ് സബ്സ്റ്റൻസ്. ഈ സിമെന്റിങ് സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹയലൂറോണിക് ആസിഡ്. ഹയലൂറോണിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. ഹയലൂറോണിക് ആസിഡ്. ഓക്കെ, ഇതാണ് ഒരു സെക്കൻഡറി ഓസൈറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഓവുലേഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സെക്കൻഡറി ഓസൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ ബ്ലഡ് വെസൽസ്, ഇതൊരു ഓവറിയുടെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. പ്രൈമറി ഫോളിക്കിൾ ഫോം ചെയ്യുന്നു. നോക്കൂ, ഇതാണ് പ്രൈമറി ഫോളിക്കിൾ ഫോം ചെയ്യുന്നു. ദെൻ സെക്കൻഡറി ഫോളിക്കിൾ ഫോം ചെയ്യുന്നു, ടെർഷറി ഫോളിക്കിൾ. അപ്പോൾ നോക്കൂ, ഇതാണ് ആ ഫങ്ഷണൽ ആയിട്ടുള്ള സെക്കൻഡറി ഓസൈറ്റ് എന്ന് പറയുന്നത്. ഈ ഡാർക്ക് കളറിൽ, മെറൂൺ കളറിൽ കാണിച്ചിരിക്കുന്നത് ഗ്രാനുലോസ സെൽസ് ആണ്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ആൻഡ്രം ആണ്. ഇത് കുറച്ചുകൂടെ വലുതായ സൈസ്, കുറച്ചുകൂടെ വലുതായ ഫങ്ഷണലി അല്ലെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് സെക്കൻഡറി ഓസൈറ്റ്, ഇത് ആൻഡ്രം ആണ്. ഈ ബ്രൗൺ കളറിൽ, ഡാർക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം എന്താണ്? ഗ്രാനുലോസ സെൽസ് ആണ്. ദെൻ നോക്കൂ, ദെൻ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ഈ സ്ട്രക്ചറിൽ നിന്നും അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൽ നിന്നും ഓവം മാത്രം പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന ആ സെക്കൻഡറി ഓസൈറ്റ് പുറത്തേക്ക് വരുന്നു. ആ സെക്കൻഡറി ഓസൈറ്റിന്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ സെക്ഷണൽ വ്യൂ ഓഫ് ഓവറിയാണ് ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി പ്രോസസ്സ് ഇത്രയുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് oogenesis എന്താണെന്ന് പറഞ്ഞു, ഓവറിയുടെ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, പ്രൈമറി ഫോളിക്കിൾ എന്താണെന്ന് പറഞ്ഞു, സെക്കൻഡറി ഫോളിക്കിൾ എന്താണെന്ന് പറഞ്ഞു, ടെർഷ്യറി ഫോളിക്കിൾ പറഞ്ഞു, സെക്കൻഡറി ഓസൈറ്റിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഗാമറ്റോജെനസിസ് എന്നുള്ള ഭാഗം ഇവിടെ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത് നമുക്കുള്ളത് ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനുമാണ്.